എടി കല്ലു, നീ വരുന്നില്ലേ? വരുവാടി, നീ ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാ. ഇത്രമാത്രം ഒരുങ്ങ, ഇന്ന് നിന്റെ കല്യാണമല്ല. പാറു ടെൻഷൻ അടിച്ചപ്പോൾ തന്നെ ഒരു കോലമായിട്ടുണ്ടാവും. നീ പെട്ടെന്ന് വന്നേ. കല്യാണിയും സ്നേഹയും കൂടി ശ്രീപാർവതി എന്ന പാറുവിന്റെ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാറു ഇവരുടെ കൂട്ടുകാരിയാണ്. ഇന്ന് നല്ല ടെൻഷനിലാണ് അവൾ. സ്വന്തം കല്യാണം നടക്കാറാകുമ്പോൾ ഏതൊരു പെണ്ണിനും ഉണ്ടാകുന്ന ഒരുതരം ടെൻഷനുണ്ടല്ലോ, ആ ടെൻഷൻ അല്ല നമ്മുടെ പാറുവിന്. പാറുവിന്റെ ടെൻഷന്റെ കാരണം നമുക്ക് വഴിയേ അറിയാം. ഈ കഥയിലെ നായികയായ കല്യാണിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. കല്യാണി MBBSന് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിക്കുകയാണ്. അവൾക്ക് അവിടെ വെച്ച് കിട്ടിയ കൂട്ടുകാരിയാണ് ശ്രീപാർവതി. എന്നാൽ സ്നേഹ അവളുടെ കുട്ടിക്കാലം മുതലുള്ള കളിക്കൂട്ടുകാരിയാണ്. ഹോസ്റ്റലിൽ നിന്നാണ് മൂവരുടെയും പഠനം. കല്യാണിയുടെ അച്ഛനും അമ്മയും അവൾക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഈ ഭൂമിയിൽ നിന്നും അവളെ തനിച്ചാക്കി നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് പോയി. അവളെ വളർത്തിയത് അവളുടെ അമ്മായിയും അമ്മാവനും കൂടിയാണ്. അവളോടുള്ള അളവറ്റ സ്നേഹം കൊണ്ടൊന്നുമല്ല, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമോ തലയിൽ വെച്ചാൽ പേനിരിക്കുമോ എന്ന രീതിയിൽ അവർ ഇത്രയും കാലം നോക്കിയത്. അവളുടെ പേരിലുള്ള കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ കണ്ട് മോഹിച്ചു മാത്രമുള്ള സ്നേഹമാണ്. അവളൊരു ദരിദ്രവാസിയായിരുന്നുവെങ്കിൽ അവർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ലായിരുന്നു. ഏതെങ്കിലും അനാഥാലയത്തിൽ അവളും വളർന്നേനെ. അവൾ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്നത് കുഞ്ഞുനാൾ മുതലേ ഒരു കൂടപ്പിറപ്പിനെ പോലെ കൂടെ തന്നെയുള്ള അവളുടെ ആത്മാർത്ഥ സുഹൃത്തായ സ്നേഹയോടായിരുന്നു. അവളുടെ എല്ലാ കുസൃതരത്തിലും സങ്കടങ്ങളിലും കൂടെ തന്നെ അവൾക്കൊരു താങ്ങും തണലുമായി എന്നും കൂടെ സ്നേഹയുമുണ്ട്. ബാക്കി എല്ലാവരെയും നമുക്ക് മുറയ്ക്ക് പരിചയപ്പെടാം. കല്യാണത്തിന് പോകാൻ കല്യാണിയെയും കാത്തു പുറത്തു നിൽക്കുകയാണ് സ്നേഹ. ഒരുക്കമെല്ലാം പൂർത്തീകരിച്ച് അവൾ പുറത്തേക്കിറങ്ങി. മാമ്പഴ മഞ്ഞ നിറത്തിലെ ധാവണി ചുറ്റി ആ നിറത്തിലെ തന്നെ കുപ്പിവളകൾ 2 കൈകളിലും അണിഞ്ഞ് അതേ നിറത്തിലെ കമ്മലും മാലയും ഇട്ട് അങ്ങനെ മൊത്തത്തിൽ മഞ്ഞയിൽ കുളിച്ച് ഒരു മഞ്ഞക്കിളിയായി മുല്ലപ്പൂവും ചൂടി ഇറങ്ങി വരുന്ന അവളെ കണ്ടിട്ട് സ്നേഹ നോക്കി നിന്നുപോയി. അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കുന്നേയില്ല. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയെന്നാ തോന്നുന്നേ. ഡി സ്നേഹേ, നീ ഇത് ഏത് ലോകത്താണ്? അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് കല്യാണി തിരക്കി. ഞാൻ എവിടെയും പോയിട്ടില്ല. ഈ അപ്സരസിനെ കണ്ട് ഒരു നിമിഷം നിന്നു പോയതാണേ. സംസാരിച്ചെന്ന് സമയം കളയാതെ ശ്രീനന്ദനം ഓഡിറ്റോറിയത്തിൽ അവർ എത്തി. അവിടെ വെച്ചാണ് ശ്രീപാർവതിയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. ഓഡിറ്റോറിയത്തിലെത്തിയതും അവർ നേരെ പാറു ഒരുങ്ങുന്ന മേക്കപ്പ് റൂമിലേക്ക് പോയി. 2 പേർക്കും വീണ്ടും ടച്ചപ്പ് ചെയ്യാനല്ല, അവിടെയാണ് ഇപ്പോൾ പാറു ഉള്ളത്. അതാണ്. ഇത് എന്തൊരു കോലമാണ് പാറു, വിയർത്ത് കുളിച്ചിട്ട് ഒരു ബക്കറ്റിലുള്ള വെള്ളമുണ്ടല്ലോ. അവൾ ടെൻഷൻ അടിച്ചൊരു പരുവായിരിക്കുമ്പോഴാ കല്ലൂന്നിന്റെ തമാശ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഈ കല്യാണം മുഹൂർത്തം ആകുമ്പോഴേക്കും നമ്മൾ മുടക്കും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. നിന്റെ പ്ലാൻ എന്താണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ, അതാ എനിക്ക് പേടി. പാറു പറഞ്ഞു. നിനക്കെന്നെ വിശ്വാസമില്ലേ? പേടിക്കാതെ ഇരിക്കുക. പിന്നെ പയ്യൻ എങ്ങനെയുണ്ട്? ലുക്കം പയ്യനാണോ? ഞാൻ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. അയാളും എൻ്റെ ഫോട്ടോയും കണ്ടിട്ടില്ലെന്നാണ് അമ്മ പറഞ്ഞത്. ഫോട്ടോ പോലും കാണാതെ വിവാഹം ഉറപ്പിക്കാൻ അയാൾ പഴഞ്ചൻ ടൈപ്പാണോ? ഇതുവരെ ന്യൂ ജനറേഷനിലേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ലേ? ആർക്കറിയാം, ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല. പാറു എന്തിനാണ് ഈ കല്യാണം മുടക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ പുള്ളിക്കാരിക്ക് കാമുകനൊന്നുമില്ല. ഇതുവരെയും ആരെയും പ്രേമിച്ചിട്ട് പോലുമില്ല. പിന്നെ എന്തിനാ കല്യാണം മുടക്കുന്നതെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം. അവൾക്കിപ്പോൾ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പാറിപ്പറന്ന് ഒരു കുഞ്ഞു ചിത്രശലഭത്തെ പോലെ നടക്കാൻ പറ്റില്ലല്ലോ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കല്യാണ മണ്ഡപം വരെ എത്തിയത്. ഈ ആലോചന വന്ന അന്നു മുതൽ ഇത് മുടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ എല്ലാം പരാജയപ്പെട്ടു. എന്നാൽ തോറ്റു കൊടുക്കാൻ അവർ തയ്യാറായില്ല. ഇന്ന് അവസാനമായി ഒരു ശ്രമം കൂടി നടത്തി നോക്കാനാണ് മൂവരുടെയും പ്ലാൻ. അങ്ങനെ മണ്ഡപത്തിലേക്ക് കയറാനുള്ള സമയമായി. പാറുവിന്റെ അമ്മ വന്ന് അവളെ മണ്ഡപത്തിൽ കൊണ്ട് നിർത്തി. അടുത്ത് അവളുടെ വരനും നിൽപ്പുണ്ട്. പെട്ടെന്ന് എവിടെ നിന്നോ കുറച്ചാളുകൾ മണ്ഡപത്തിലേക്ക് കയറി വന്നു. പിന്നെ അവിടെ അടിയും പിടിയും തല്ലും എല്ലാമായിരുന്നു. പിന്നെ കല്യാണ ഹാൾ ഒരു പൂരപ്പറമ്പായി മാറി. അവിടേക്ക് അപ്രതീക്ഷിതമായി കയറി വന്നത് ആരാണെന്ന് ആർക്കും അറിയില്ല. മുഹൂർത്തമായി, താലി കെട്ടിക്കോളൂ. ആ തല്ല് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പൂജാരി പറഞ്ഞു. ഈ തല്ലിൻ്റെയും അടിപിടയുടെയും ഇടയിൽ കല്യാണി ഒപ്പിച്ച പ്ലാൻ ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരുടെയും ശ്രദ്ധ തെറ്റിയ സമയം പാറു അവിടെ നിന്ന് മുങ്ങി.
കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയോ പൂജാരി പറഞ്ഞ സമയം വരന്റെ അരികിൽ കല്യാണിയായിരുന്നു നിന്നത്. പെട്ടെന്ന് അവളുടെ കഴുത്തിൽ ഒരു താലിമാല ആരോ അണിഞ്ഞു. അപ്പോഴാണ് അവൾ മണ്ഡപത്തിൽ നിൽക്കുകയായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായത്. കഴുത്തിൽ കിടക്കുന്ന താലിമാല കണ്ടതും പെട്ടെന്ന് തന്നെ അവളുടെ ബോധവും പോയി. ചെറുക്കൻ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നല്ലോ. ആ സമയം മണ്ഡപത്തിൽ തനിക്കരികിൽ ഇരിക്കുന്ന പെൺകുട്ടിയാണ് തൻ്റെ വധുവെന്ന് തെറ്റിദ്ധരിച്ച് താലിമാല ചാർത്തി പോയതാണ്. കല്യാണിക്ക് ബോധം വരാത്തത് കൊണ്ട് അവളെ പെട്ടെന്ന് എല്ലാവരും കൂടി ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. എല്ലാവരും അതിൻ്റെ ടെൻഷനിലാണ്. കുറച്ചു നേരത്തിന് ശേഷം കല്യാണിക്ക് ബോധം വന്നു. പെട്ടെന്നുള്ള ടെൻഷനിൽ BP നന്നായി കൂടി. അതുകൊണ്ടാണ് പെട്ടെന്ന് തല കറങ്ങി വീണത്. ഇപ്പോൾ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എങ്ങനെയോ ആരെയും കാണാൻ നിൽക്കാതെ കല്യാണി ഓടി രക്ഷപ്പെട്ടു. അവൾ ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം ഫോൺ എടുത്ത് സ്നേഹയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ കല്ലു, നീ ഇതെവിടെയാ? സ്നേഹ തിരക്കി. ഞാൻ ഹോസ്റ്റലിലുണ്ട്. നീ ഇതെവിടെയാ? ഞാനിപ്പോൾ ആശുപത്രിയിൽ. നിനക്കെന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. എൻ്റെ ഒരു കൂട്ടുകാരിയെ ബോധമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. പക്ഷെ ഇപ്പം ആളെ കാണാനില്ല. എടി സോറി, അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുന്ന ഇടയ്ക്ക് മറന്നുപോയി. അവിടെ എല്ലാവരും നിന്നെ കാണാത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുക. നീ അവിടെ ഒന്ന് പയ്യെ മുങ്ങാൻ നോക്ക്. അങ്ങനെ ഒരുവിധം സ്നേഹ ഹോസ്റ്റലിലെത്തി. കല്ലു, നീ എന്താ ചിന്താവിഷ്ടയായി സീതയെ പോലെ ഇരിക്കുന്നത്? ഒരു നിമിഷം കൊണ്ട് എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞില്ലടി. ഈ താലിയുടെ ഉത്തരവാദി ആരാണോ എന്തോ. എൻ്റെ സംശയം അതൊന്നും അല്ലടി. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നിനക്കെന്താ സംശയം? കല്യാണ മണ്ഡപത്തിലുണ്ടായിരുന്ന പാറു ഇതെവിടെ പോയതാ? ഓഡിറ്റോറിയത്തിലൊന്നും കാണാനില്ലായിരുന്നു. നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. എന്നെ ഈ ഊരാക്കുരുക്കിലാക്കിയിട്ട് എങ്ങോട്ടാ മുങ്ങിയെന്ന് അറിയണ്ടേ? കല്യാണി താലിമാലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സ്നേഹ പാറുവിനെ കോൾ ചെയ്യാൻ തുടങ്ങി. ഫോൺ റിങ് ചെയ്തതല്ലാതെ പാറു കോൾ അറ്റൻഡ് ചെയ്തില്ല. 10,000 തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നപ്പോൾ രണ്ടുപേർക്കും അവളോട് ദേഷ്യം തോന്നി. കോള് കണ്ടിട്ടെങ്കിലും തിരിച്ചു വിളിക്കുമെന്ന് കരുതി. എന്നാൽ പാറു തിരിച്ചു വിളിച്ചതേയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആഴ്ചകൾ മാറി മറഞ്ഞു. മാസങ്ങളും കടന്നുപോയി. പക്ഷെ പാറുവിനെ കുറിച്ച് ഒരു വിവരവും അവർക്ക് ലഭിച്ചില്ല. പാറു എന്നത് അവർക്കൊരു ഓർമ്മ മാത്രമായി മാറി. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. കല്യാണി MBBS പൂർത്തിയാക്കി. ഇപ്പോൾ KVM ഹോസ്പിറ്റലിൽ ട്രെയിനിങ് ചെയ്യുകയാണ്. പഠിത്തം പൂർത്തിയാക്കിയതോടെ കല്യാണിയുടെ വിവാഹം ഉടനെ നടത്താനാണ് അവളുടെ അമ്മാവനും അമ്മായിയും ശ്രമിക്കുന്നത്. അവരുടെ മകൻ, അതായത് കല്യാണിയുടെ മുറച്ചെറുക്കനുമായാണ് വിവാഹം ഉറപ്പിച്ചത്. അങ്ങനെയാകുമ്പോൾ അവരുടെ കൈകളിൽ അവളുടെ സ്വത്തുക്കൾ വന്നു ചേരുമല്ലോ. കല്യാണിയുടെ പുറകെ തന്നെയാണ് അവളുടെ മുറച്ചെറുക്കൻ ശ്രീകാന്ത്. അയാളെ വിവാഹം കഴിക്കാൻ കല്യാണിക്ക് ഒട്ടും താല്പര്യമില്ല. ശ്രീകാന്ത് ഒരു ഫ്രോഡാണ്. ദുശീലങ്ങളുടെ ഒരു കൂടാരം തന്നെയാണെന്ന് പറയാം. നാട്ടുകാരെ അറിയിച്ച് അവളുടെ സമ്മതത്തോടു കൂടി അവളുടെ കഴുത്തിൽ താലി ചാർത്താൻ കഴിയില്ലെന്ന് ശ്രീകാന്തും അവൻ്റെ അച്ഛനും അമ്മയും മനസ്സിലാക്കിയതോടെ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. മോളെ, നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു കറങ്ങിയിട്ട് വരാം, ശ്രീകാന്തിൻ്റെ അമ്മ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരുന്നില്ല, കല്യാണി ദേഷ്യത്തോടെ പറഞ്ഞു. ഇതും കേട്ടുകൊണ്ട് അവിടേക്ക് ശ്രീകാന്തും അവൻ്റെ അച്ഛനും വന്നു. നീ ഇവിടെ വീട്ടിൽ അടയിരിക്കാൻ പോവുകയാണോടി? അവൻ ദേഷ്യത്തോടെ തിരക്കി. എനിക്ക് നിങ്ങളുടെ മനസ്സിലിരിപ്പ് നന്നായി അറിയാം. എന്നെ എങ്ങനെയും രജിസ്റ്റർ ഓഫീസ് വരെ എത്തിക്കണം, അതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം, അവൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. നിന്നെ ഇവിടുന്ന് രജിസ്റ്റർ ഓഫീസ് വരെ എങ്ങനെ എത്തിക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. അതും പറഞ്ഞ് ശ്രീകാന്ത് അവളെ പൊക്കിയെടുത്ത് തോളിലേക്കിട്ടു. അവൾ അവൻ്റെ മുതുകിനിട്ട് നന്നായി അടിക്കുന്നുണ്ട്. പക്ഷേ അവൻ പിടിവിട്ടില്ല. അവളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി. അങ്ങനെ അവർ എല്ലാവരും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി. അവളുടെ കണ്ണുകൾ കണ്ണുനീരാൽ കലങ്ങാൻ തുടങ്ങി. അരമണിക്കൂറുകൾക്ക് ശേഷം അവർ രജിസ്റ്റർ ഓഫീസിലെത്തി. കാറിൽ നിന്നും കല്യാണിയെ ബലം പ്രയോഗിച്ച് തന്നെയാണ് ഇറക്കിയത്. അവളുടെ കയ്യിൽ ബലമായി പിടിച്ച് അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് അങ്ങോട്ടൊരു ചെറുപ്പക്കാരൻ വന്നു. ശ്രീകാന്തിന്റെ കരങ്ങൾ അവളുടെ കൈകളിൽ നിന്നും ആ ചെറുപ്പക്കാരൻ അടർത്തി മാറ്റി. അവന്റെ കരണത്തിട്ട് നല്ലൊരു തല്ലു കൊടുത്തു. ഇവൾ എൻ്റെ ഭാര്യയാണ്, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ്, കല്യാണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. അത്രയും നേരം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി താഴേക്ക് നോക്കി നിന്ന അവൾ അവൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ മുഖത്തേക്ക് അതിശയത്തോടെ നോക്കി നിന്നു. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒരു കാറിലേക്ക് കയറി. ഇപ്പോഴും കിളിപോയ അവസ്ഥയിലാണ് കല്യാണി ഇരിക്കുന്നത്.
കുറച്ചു നേരത്തിന് ശേഷം അവൾ സ്വബോധത്തിലേക്ക് വന്നു. ഇയാൾ ആരാണ്? എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അവൾ തിരക്കി. എൻ്റെ ഭാര്യയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ എന്തെങ്കിലും തെരുവിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? കുറെ നേരമായല്ലോ ഇയാൾ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. ഞാനൊരു അവിവാഹിതയായ ഒരു പെൺകുട്ടിയാണ്. എൻ്റെ ഭാര്യ താൻ തന്നെയാണെന്ന് എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല. തനിക്ക് അൽഷിമേഴ്സ് വല്ലതും ഉണ്ടോ? അത് തനിക്കാണ് മറവി രോഗം. ഉടനെ ചികിത്സിച്ചില്ലെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആണ് തൻ്റെ ഭാര്യ എന്ന് താൻ തന്നെ പറയും. എനിക്ക് മറവി രോഗമൊന്നുമില്ല. എൻ്റെ ഭാര്യയെ ഞാൻ എനിക്ക് പ്രാണനുള്ളിടത്തോളം കാലം മറക്കില്ല. അവളുടെ മുഖം ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ സംസാരിച്ചിരുന്ന് ആ ചെറുപ്പക്കാരൻ താമസ സ്ഥലത്തേക്ക് എത്തി. താൻ കാറിൽ നിന്ന് ഇറങ്ങുന്നില്ലേ? ആ ചെറുപ്പക്കാരൻ തിരക്കി. അവൾ കാറിൽ നിന്നും പുറത്തിറങ്ങി. പുറത്തു തന്നെ നിൽക്കാനാണോ കല്യാണിയുടെ ഉദ്ദേശം? അകത്തേക്ക് വിളിച്ചു കയറ്റാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ വലതുകാല് വെച്ച് ഐശ്വര്യമായി എൻ്റെ ഭാര്യ അകത്തേക്ക് വരൂ. തനിക്ക് എൻ്റെ പേരെങ്ങനെ? അതെന്തൊരു ചോദ്യമാണ്. എൻ്റെ ഭാര്യയുടെ പേര് എനിക്കറിയാതിരിക്കുമോ? ഒരു പുലിവാലായല്ലോ. ഇയാൾക്ക് എങ്ങനെയായിരിക്കും എന്നെ പരിചയം? അവൾ മനസ്സിലാലോചിച്ചു.